ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞാൻ ഒരു ദിവസം വിചാരിച്ചായിരുന്നു എൻ്റെ പരിസരവും മറ്റുള്ള എൻ്റെ മാമിയുടെ സ്ഥലമൊക്കെ വയലൊക്കെ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞായിരുന്നു. ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. എന്താ നമ്മൾ ഇവിടെ തൊട്ട് തുടങ്ങുകയാണ്. ഇതാണ് വയൽ കൃഷിയൊക്കെ. ഇവിടെ നല്ല കാറ്റാണ്. ഇതാണ് എൻ്റെ കോഴി ഫാമാണ്. ഇവിടെ പെരേഡാണ്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതാണ് സപ്പോർട്ടയാണ്. നിങ്ങൾക്ക് ഞാൻ എൻ്റെ വീട്ടിൽ പഴുത്ത ഇരിപ്പുണ്ട്. ഇതിനകത്തൊന്ന് പറിച്ച തന്നെ അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു വാഴക്കൊലയുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ആപ്പിൾ പിടിച്ച് കിടപ്പുണ്ടായിരുന്നു. ഇത് ആപ്പിളും മരമാണ്. പക്ഷേ ഇനി ആപ്പിൾ നമ്മൾ ഫുൾ പറിച്ച് അടുത്ത വർഷം ആപ്പിൾ പിടിക്കുന്നു. പിന്നെ ഒരു സപ്പോട്ട, പിന്നെ ഒരു നാരങ്ങ മരം, പിന്നെ ഒരു മുളഞ്ഞിക്ക മരം. എത്രയേ ഉള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ ഇത് ഒരു വലിയ കോഴി ഫാമാണ്. പിന്നെ ഇതാണ് എൻ്റെ കോഴിക്കൂട്. ഇതാണ് എൻ്റെ വാപ്പ. ഹലോ, ഹായ്. പിന്നെ അങ്ങോട്ട് പോകുമ്പം നമ്മൾ കോഴികളെ വന്നിട്ട് കാണിക്കാം. ഇനി ഇങ്ങോട്ട് ഇറങ്ങുമ്പം വലിയൊരു ഫാമുണ്ട്. ഇങ്ങോട്ട് ഇറങ്ങണം. ഇത് ഹോളോ ബ്രിക്സാണ്. അവിടെ ഇപ്പം ഹോളോ ബ്രിക്സ് മാറ്റിയിട്ട് ഇതാ കുബൂസ് കമ്പനിയാക്കി. അത് നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ബന്ധപ്പെടാം. ഞാൻ അങ്ങോട്ട് നടന്നു പോകുമ്പം അവിടെയാണ് നമ്മുടെ സൈറ്റ്. അങ്ങോട്ട് പോകണം. ഇതാണ് ഞാൻ പറഞ്ഞൊരു വലിയ കോഴിക്കൂട്. ഇതൊരു 1,00,000 കോഴിക്കുള്ള ഒരു ഫാമാണ്. ഇതെൻ്റെ കൊച്ചാപ്പാരയാണ്. ഇത്രയുണ്ട്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അങ്ങോട്ട് വരുമ്പം ഇവിടെയാണ് നമ്മുടെ ഈ ഭാഗം. ഇതാണ് നമ്മുടെ സൈറ്റ്. ഇവിടെ ആള് വന്നാണ് തോന്നുന്നത്. ഇവിടെ ഇത് വളർത്തുന്നതാണ്. ഇവിടെയാണ് നമ്മൾ വെള്ളം അടിക്കണം. ടാങ്കിൽ വെള്ളം കൃഷികൾക്കൊക്കെ അടിക്കണം. ഈ സൈറ്റാണ്. അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരാളൊക്കെയാണ് വളയിടുന്നു. ഇവിടെ ഞാൻ ഫുൾ അപ്ലോഡ് വീഡിയോ ആക്കി എടുത്ത് തരാം. അങ്ങോട്ട് പോകുമ്പം ഇപ്പം നല്ല കാറ്റൊക്കെ ഉണ്ട് ഗൈസ്. അവിടെ 2 ആൾക്കാർ നിൽക്കുന്നു. പിന്നെ ഇതാണ് നമ്മുടെ ഭാഗം. ഇതൊരു വലിയ ഇതാണ്. എൻ്റെ വയലിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം. പലതരം ഫ്രൂട്ട്സ് ഉണ്ട്. ഒരു വലിയ കേറ്റാണ് ഗൈസ്. കണ്ട, ഇറങ്ങിയ വഴിയാണ്. തേക്കാണ് ഗൈസ്. ഇവിടെ ഫുൾ തേക്ക്. ഇതെൻ്റെ മാമിയുടെ പെരേഡാണ്. ഇവിടെ ഫുൾ തേക്ക്. ഈ പ്രദേശം ഫുൾ നമ്മളെ പെരേഡാണ്. ഒരു ഗ്രാമപ്രദേശമാണ്. ഇതും തേക്കാണ്. ഇത് പപ്പായാണ്. പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ വാപ്പായും ഞാനും കൂടെയാണ് എൻ്റെ മാമിയുടെ പെരയിടത്തിൽ വെള്ളം സപ്ലൈ ചെയ്യണം. ഈ കൃഷികൾക്കൊക്കെ വെള്ളം കൊടുക്കുന്നത് ഈ ടാങ്കിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. അവിടെ ചെറിയല്ല ഒരു വലിയ കുളമുണ്ട്. അത് നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാം. ഇത് ചക്കമരം. നമ്മുടെ ഇവിടെ മെയിനായിട്ട് വന്നതെന്ന് തന്നെ ഒരു മാമി പറഞ്ഞു ഇവിടെ ഒരു ചക്ക നിൽക്കുന്നത്. നമുക്ക് ചക്ക പറയുക പറഞ്ഞത്. പിന്നെ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ തന്നെ സംഭവങ്ങളൊക്കെ കാണും. അവിടെ 2 ആൾ അത് ഇത് പുല്ല് പറിക്കണം. അതാണോ? ഇത് മാവാണ് കേട്ടോ. മാവിലൊന്നും പിടിച്ചിട്ടില്ല. പിന്നെ ഒരു പറങ്കാവുണ്ട്.
അത് പട്ടുപോയി. അതിൻ്റെ വിത്ത് മുളച്ച് വരുന്നുണ്ട്. ഇതിനകത്ത് കണ്ടോ ഗൈസ്, ഇതിനകത്ത് ചക്ക, ചെറിയ ചെറിയ ചക്ക ഉണ്ട് ഗൈസ്. കണ്ടോ, ചെറിയ ചെറിയ ചക്ക ഉണ്ട്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, ചെറിയ ചെറിയ ചക്ക. ഓക്കെ ഗൈസ്, പിന്നെ കണ്ടോ ഗൈസ്. പിന്നെ വെച്ചാൽ മാവാണ്. മാവിലൊന്നും പിടിച്ചിട്ടില്ല. ഇങ്ങോട്ട് വരുമ്പോൾ ഇതാണ് നമ്മൾ ചക്ക പറിക്കാൻ പോകുന്ന സ്ഥലം. ഇതൊക്കെ തേക്കാണ്. അതിന് താഴോട്ട് കാണിച്ചു തരാം. ഇത് കാണിച്ചു തന്നിട്ട് താഴോട്ട് കാണിച്ചു തരാം. അതൊക്കെ ഇത് പറങ്കിയാവാണ്. ഇത് പറങ്കിയാവിൻ്റെ പൂ പിടിച്ചിട്ടുണ്ട്. അടുത്ത വർഷമാകുമ്പോൾ അവർ പറഞ്ഞ്, ഇതെല്ലാം ഒരു കമ്പനിക്കാരാണ് നട്ടത്. അവർ പറഞ്ഞ് ആ കമ്പനിക്കാരാളാണ് ഒരു നഴ്സറി ഇവിടെ ഫുൾ നട്ടതാണ് ഇത് തേക്ക് മാവൊക്കെ. പിന്നെ ഈ മാവ് നമ്മളെ കൃഷി ഫാമിൽ നിന്ന് നമ്മളെ പെരയിടത്തിലും ഉണ്ട്. ഇത് മാവാണ്. ഇതൊരു വലിയ പ്ലാവാണ്. ഇതിനകത്ത് ചക്കയൊന്നും പിടിച്ചിട്ടില്ല ഗൈസ്. ഇതിനകത്തുണ്ടോ, ചക്കയൊന്നും പിടിച്ചിട്ടില്ല. പിന്നെ ഇങ്ങോട്ട് വരുമ്പം അത് അവിടെ ഒരു വലിയ പ്ലാവുണ്ട്. അതിനകത്ത് ചക്ക പിടിച്ചിട്ടില്ല. ഇതൊക്കെ വെയിലായതുകൊണ്ട് വ്യക്തമായിട്ട് കാണാൻ ഒക്കില്ല. അതുകൊണ്ട് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. എൻ്റെ ഗൈസ്, നമ്മളെ ഈ ഫുൾ പെരയിടമാണ്. പക്ഷെ തണലിട്ടുമ്പോൾ മാത്രമേ ഇവിടെ ഒരു ഇതുള്ളൂ. ഞാൻ ഗോപ്ര കൊണ്ടുവന്നില്ല ഗൈസ്. എൻ്റെ കയ്യിൽ ഗോപ്ര ഉണ്ട്, പക്ഷെ ഞാൻ ഗോപ്ര മറന്നുപോയി. അങ്ങോട്ട് പോകുമ്പം ഇതാണ് നമ്മൾ ചക്ക. എൻ്റെ ഗൈസ്, ചക്ക പിടിച്ച് ഉണ്ടോ. സൂം ചെയ്ത് കാണിച്ചാലേ ഇങ്ങനെ കാണാൻ ഒക്കുള്ളൂ. വെയിലായതുകൊണ്ട് സൂം ചെയ്ത് കാണിക്കണം. ചക്ക 3-4 നേരം പിടിച്ച്. ഇതാണ് നമ്മൾ പറിക്കാൻ വന്ന. ഇനി നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ താഴോട്ടിറങ്ങാം ഗൈസ്. താഴോട്ട് നമുക്ക് അങ്ങോട്ടൊക്കെ പോകാം. ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അതിൽ കൂടെ ഇറങ്ങിയ ക്യാമറ താഴെ വന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകും. ഇതാണ് നമ്മൾ ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി. ഉണ്ട് ഗൈസ്, ഇവിടെ ഒരാളെ ഒരു കാര്യം പറയാം. ഉണ്ട് ഗൈസ്, അവിടെ ഫുൾ മാവ്, അവിടെ ഒരു മാങ്ങ പിടിച്ചിട്ടുണ്ട്. അത് നമ്മൾ പറിച്ച് തിന്നായിരുന്നു. ഇവിടെ ഇങ്ങോട്ട് വേറെ ഒന്നുമില്ല, പിടിച്ചിട്ടില്ല. പിന്നെ ഒരു തെങ്ങുണ്ട്. വണ്ടിയിൽ തെങ്ങ് നട്ടിട്ടില്ല ഗൈസ്. എന്ന് വെച്ചാൽ അവിടെ ഈ മണ്ണിൽ നടപ്പില്ല, അതുകൊണ്ട് തെങ്ങ് നട്ടിട്ടില്ല. ഇങ്ങോട്ട് വരുമ്പം അടിപൊളി വ്യൂ പോയിൻ്റ് ഉണ്ട് ഗൈസ്. വ്യൂ പോയിൻ്റ് ഉണ്ട്, അത് നിങ്ങൾ കാണിച്ചു തരാം. ഫസ്റ്റ് കുളം കാണിച്ചു തരാം. ഇതല്ല കുളം, ഇത് ഒരു ചെറിയ കുളമാണ്. വലിയതുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ വെള്ളം എടുക്കണം. ഇതാണ് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് കുളം. അങ്ങോട്ട് പോകുമ്പം നമുക്ക് ഒരു ഗേറ്റ് കാണാം. അതിൻ്റെ അപ്പുറത്ത് പോയാൽ അവിടെ ഒരു കുളമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ഒരു വലിയ കുളം. അങ്ങ് അപ്പുറത്തുള്ള എൻ്റെ കൊച്ചാപ്പര പെരയിടമാണ്. ഈ മുള്ളുവേലിയുടെ അപ്പുറത്തുള്ള, അതിൻ്റെ അപ്പുറത്തുള്ള എൻ്റെ വാപ്പാര പെരയിടമാണ്. പിന്നെ ഇവിടെ നിന്നാണ് നമ്മൾ വെള്ളം അടിക്കുന്നത്, മോട്ടർ. പിന്നെയെന്ന് വെച്ചാൽ വേണ്ട ഗൈസ്, ഇവിടെയാണ് കുളമുള്ളതെന്ന് പറഞ്ഞത്. എനിക്ക് അങ്ങോട്ട് പോകാൻ പേടിയാണ് ഗൈസ്. എന്നാൽ അവിടെ പൂട്ടിയും വെച്ചേക്കണം. അങ്ങോട്ട് പോയാൽ ചിലപ്പം വല്ല കയറി കിടന്നാലോ. അതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ
അങ്ങോട്ട് പോയി കാണിക്കുക. അഥവാ ഞാൻ ഇന്ന് വാപ്പ നമ്മളെ വയലിലോട്ട് വല്ല പോകണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ വയല് കാണിച്ചു തരാം. ഈ വലിയ കുളവും കാണിച്ചു തരാം. പിന്നെയെന്ന് വെച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല. രാത്രിയാകുമ്പോൾ ഇവിടെ ഫുൾ മഞ്ഞ് മൂടും ഗൈസ്. മഞ്ഞാണ്, ഭയങ്കര തണുപ്പാണ് രാത്രി. ഇത്രയാണ് ഗൈസ്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് മണ്ടയിലോട്ട് കയറി പോകാം. അങ്ങോട്ട് കയറി വന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങോട്ട് കുറച്ച് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു തണുത്ത് പോയിരുന്നു. അത് ഇപ്പഴേ അങ്ങനെ വെട്ടി വിടല്ലോ. അതിന്റെ ആരോഗ്യം പോയി ചെയ്യാണ്ട് വീഡിയോ എടുക്കണം. അടുത്ത് ഈ താഴത്തെ വീടെടുത്തിരുന്നു. അവിടെ കുറച്ച് മാവന്മാരുണ്ടായിരുന്നു. ഇവിടെ ഒരു സാധനമുണ്ട്. ഈ ഒരു മാവ് മരമുണ്ട്. അത് കാണുമ്പോൾ ഒരു നല്ല ഭംഗിയാണ്. അങ്ങോട്ട് പോവാം. അതുകൊണ്ടെല്ലാത്തും നല്ല ഭംഗിയാണ്. പോലെ നിൽക്കണം. നല്ല ഭംഗിയുള്ള ഇങ്ങോട്ട് പോകുമ്പോൾ വേറെ ഒന്നുമില്ല. ഇത്രയാണ് നമ്മളെ ഭാഗം. അതുകൊണ്ട് ഇതൊക്കെയാണ്, ഇത്രയും നമ്മളെ ഭാഗമാണ്. ബാക്കിയെല്ലാം നമ്മുടെ ഭാഗം തന്നെ. അങ്ങോട്ടും ഈ സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും നമ്മുടെ പെരയിടം തന്നെ ഗൈസ്. എന്നുവെച്ചാൽ പെരയിടം എന്ന് വെച്ചാൽ ഫുള്ളല്ല. അവിടെ ഒരു തോട്ടമുണ്ട്. അത് എൻ്റെ പെരയിടം, എൻ്റെ വല്യാപ്പര പെരയിടം. അപ്പുറത്ത് വേറെ ആൾക്കാരുടെ പെരയിടമാണ്. ഇതെൻ്റെ മാമിയുടെ പെരയിടമാണ്. ആ മണ്ടയിൽ കാണുന്ന അങ്ങോട്ട് ഈ കൈതോട് ഏരിയ ഫുൾ നമ്മളെ വസ്തുവാണ്. ഇത്രയേ ഉള്ളൂ ഗൈസ്. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല നല്ല കമൻറ്റ്സ് കൊടുക്കുക. മാത്രമല്ല നമ്മൾ ഈ വീഡിയോയ്ക്ക് നിങ്ങൾ ഒരു 10K സബ്സ്ക്രൈബേഴ്സ് ഒപ്പിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.